أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم فريقان يختصمون. قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلكم ترحمون. قالوا اطيرنا بك وبمن معك قال طائركم عند الله بل أنتم قوم تفتنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1282 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم فريقان يختصمون. قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلكم ترحمون. قالوا اطيرنا بك وبمن معك قال طائركم عند الله بل أنتم قوم تفتنون. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോവുകയുണ്ടായില്ല. സുലൈമാൻ അലൈഹിസ്സലാമും ബൽഖീസ് രാജ്ഞിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തുൻ നംലിലെ വിവരണങ്ങൾ അടങ്ങിയ ആയാത്തുകളുടെ പഠനത്തെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള പ്രതികരണവും ഒക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ശ്രദ്ധ പതിപ്പിച്ച കാര്യങ്ങൾ. അതിനെ തുടർന്ന് മറ്റൊരു വിഷയത്തിലേക്ക് എത്തുകയാണ് ഇവിടെ. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായ ആളുകളാണ് ഈ വിവരണങ്ങളുടെയൊക്കെ മുഖ്യമായ ലക്ഷ്യം. അവര് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തോട് അദ്ദേഹത്തിന്റെ ഇടപെടലുകളോടൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ചരിത്ര സംഭവങ്ങളെ ഇവിടെ വിവരിക്കപ്പെടുന്നത്. അതില് 1-2 എപ്പിസോഡ്സ് പിന്നിട്ടതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഇപ്പോ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സൂചന നടത്തപ്പെട്ടിട്ടുള്ള സാലിഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സൂറത്തുൽ അഅറാഫിലെ 73 മുതൽ 79 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് ഹൂദിലെ 61 മുതൽ 68 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് ശുഅറാഇൽ നമ്മൾ പിന്നിട്ട 141 മുതൽ 159 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ ഖമറിൽ 23 മുതൽ 32 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് ശംസില് 11 മുതൽ 15 വരെയുള്ള ആയത്തുകൾ, ഇതിലൊക്കെയും തന്നെ ഈ വിഷയം വിശദമായി പ്രതിപാദിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിന്റെ ശ്രദ്ധേയങ്ങളായ ചില ഭാഗങ്ങൾ, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ആവർത്തിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിസംബോധിതരായ മക്കയിലെ ആളുകൾക്ക് എന്ന പോലെ
വിശുദ്ധ ഖുർആൻ പിന്നീട് എല്ലാ കാലഘട്ടങ്ങളിലുമായിട്ട് പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി തട്ടിച്ചുകൊണ്ട് അവർക്ക് ചില വളരെ പ്രസക്തമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഈ സംഭവങ്ങളിലൊക്കെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിന്റെ മുഖ്യമായ താല്പര്യം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ദൗത്യം, പ്രവാചകൻ എന്ന നിലക്കുള്ള ദൈവിക ദൗത്യം, ആ ദൗത്യ നിർവഹണവും ഒക്കെയായി വളരെയേറെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിധത്തിലുള്ളതാണ് ഈ വിവരണങ്ങളൊക്കെ തന്നെ. നമുക്കിന്ന് വായിച്ചു കേൾപ്പിച്ച ആയാത്തുകളുടെ പ്രാഥമികമായ അർത്ഥതലം ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങും. വലഖദ് അർസൽന ഇലാ സമൂദ അഖാഹും സ്വാലിഹ. നിശ്ചയമായിട്ടും സമൂദ സമൂഹത്തിലേക്ക് നാം അവരുടെ തന്നെ സഹോദരൻ സ്വാലിഹിനെ ദൂതനായിട്ട് നിശ്ചയിച്ച് അയക്കുകയുണ്ടായി. വലഖദ് അർസൽന, നാം അയച്ചു, ദൂതനായിട്ട് നിയോഗിച്ചയച്ചു, ഇലാ സമൂദ സമൂഹത്തിലേക്ക്. അഖാഹും സ്വാലിഹ, അവരുടെ സഹോദരൻ സ്വാലിഹിന്. ഈ സമൂദ് ജനതയുടെ അധിവാസ കേന്ദ്രവും അവര് ഏത് കാലഘട്ടത്തിൽ എവിടെ ജീവിച്ചിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ സൗദി അറേബ്യയുടെ അല്ലൂല പ്രദേശത്ത് ഹിജ്ർ എന്ന പേരിൽ, അൽ ഹിജ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മദായിൻ സ്വാലിഹ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് പൊതുവെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, ഈ സമൂദ് സമൂഹം അധിവസിച്ചിരുന്ന പ്രദേശമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ ആരെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ സമൂദ് സമൂഹത്തിലേക്ക് നാം നിശ്ചയമായിട്ടും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായ അവരുടെ തന്നെ സഹോദരനായ സ്വാലിഹിനെ മുർസലായിട്ട് അയക്കുകയുണ്ടായി. അദ്ദേഹം അനിഅബ്ദുല്ലാഹ, അതായിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അദ്ദേഹം അബ്ദുല്ലാഹ, അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാവുക, അള്ളാഹുവിന് അടിമപ്പെടുക, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരായിട്ട് നിലക്കൊള്ളുക. ഇതാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാമിന് അവരോടായിട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ പറയുന്ന ആളായിക്കൊണ്ട് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ നാം സമൂദ് സമൂഹത്തിലേക്ക് നിയോഗിച്ചയക്കുകയുണ്ടായി. എന്തായിരുന്നു അതിനെ തുടർന്നുണ്ടായ പരിണിതി എന്നതാണ് തുടർന്ന് പറയുന്നത്. ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ. അതേ തുടർന്ന് അവര് രണ്ട് ഫിർഖത്തായിട്ട്, രണ്ട് ഫരീഖായിട്ട് മാറി. രണ്ട് വിഭാഗങ്ങള്, രണ്ട് സംഘങ്ങളൊക്കെ ആയിട്ട് അവർ മാറി. യഖ്തസിമൂൻ, പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, പരസ്പരം വാഗ്വാദത്തിലും ഭിന്നതയിലും തർക്കത്തിലുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളായിട്ട് അവർ മാറി. അപ്പോ സമൂഹത്തിലേക്ക് സാലിഹ് അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയച്ച ഘട്ടത്തില് അവിടെ രൂപപ്പെട്ടു വന്ന സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലെ ദുർബലരായ താഴേക്കിടയിലുള്ള ആളുകളാണ് സാലിഹ് അലൈഹി ഇസ്ലാമിനെ കേൾക്കാനും അനുസരിക്കാനും അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുവാനുമായിട്ട് മുന്നിട്ട് വന്നത്. അവരിലെ ശക്തന്മാരും സമ്പന്നരും സ്വാധീനമുള്ളവരും ഒക്കെയായ ആളുകൾ അതിനെ കൂട്ടാക്കാതെ അതിനെ സമൂഹത്തിലേക്ക് സന്ദേശവാഹകനായിക്കൊണ്ട് സാലിഹ് അലൈഹി ഇസ്ലാം വന്ന ഘട്ടത്തിൽ അദ്ദേഹം അവരോട് പറഞ്ഞ കാര്യങ്ങളെ വളരെ തമാശയായിട്ട് അതിനെ പരിഹസിക്കുന്ന വിധത്തിലൊക്കെയാണ് അവര് സംസാരിക്കുകയുണ്ടായത്, മറ്റേ വിഭാഗം. അപ്പൊ ഇവര് രണ്ട് കക്ഷികളായി തീർന്നു എന്നതാണ് അവിടെ ഉടനെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. സാലിഹ് അലൈഹി ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ യുക്തിഭദ്രമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സത്യാധിഷ്ഠിതമായ കാര്യമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിലെ
ഒരു സംഘം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ടു. അവര് സത്യസന്ധരാണ്, ആത്മാർത്ഥതയോടുകൂടി അതിന് വേണ്ടി രംഗത്ത് വന്ന ആളുകളാണ്. പക്ഷെ അവര് ദുർബലരാണ്, അതുപോലെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരും സാമൂഹ്യമായിട്ട് അധസ്ഥിതിയിൽ കഴിയുന്നവരും ഒക്കെയാണ്. ഇത് സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും അനുഭവം മൂസ അലൈഹി ഇസ്ലാമിൻ്റെതും നേരത്തെ നമ്മൾ പരാമർശിച്ച മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും അനുഭവം ഇങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യവും അങ്ങനെ തന്നെയാണ്. ദുർബലരായ, സമൂഹത്തില് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത പാവങ്ങളായ മനുഷ്യരാണ്. അടിമകളും അല്ലെങ്കിൽ അടിമകളെ പോലെ തന്നെ ജീവിക്കുന്നവരൊക്കെയായ ആളുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ടുകൊണ്ട് പ്രതികരണം നൽകി രംഗത്ത് വരികയുണ്ടായത് ആദ്യഘട്ടത്തിൽ. അപ്പോ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കുറച്ചു പേര് ചേരുന്നു എന്നത് കാണുമ്പോൾ നാട്ടിലെ പ്രമാണിമാരും സമ്പന്നരും സ്വാധീനമുള്ളവരും അധികാരികളും ഒക്കെയായ ആളുകൾ അതിനെതിരിൽ സംഘടിച്ച് രംഗത്ത് വരുന്നു എന്നതാണ് സംഭവിക്കുന്നത്. ഇതേ ഒരു പ്രതിഭാസം തന്നെയാണ് ഇവിടെ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും അരങ്ങേറുന്നത്. ഫൈദാഹും ഫരീഖാനി യഖ്തസിമൂൻ. അപ്പോഴതാ അവർ രണ്ട് കക്ഷികളായി തിരിയുന്നു, പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്ന, പരസ്പരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കക്ഷികളായിട്ട് അവര് തിരിയുന്നു, അങ്ങനെയായിട്ട് മാറുന്നു എന്നതാണ് അവിടെ സംജാതമാകുന്ന അവസ്ഥ. ഖാല, അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന. എന്റെ കൂട്ടരെ, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് നന്മക്ക് പകരം തിന്മ വരട്ടെ എന്ന നിലക്ക്, ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നതിന് പകരം ഒരു ദൗർഭാഗ്യം അങ്ങ് വന്നോട്ടെ എന്ന നിലക്ക് ധൃതിപ്പെട്ടുകൊണ്ട് അത് ചോദിച്ചു വാങ്ങുന്നത്? നിങ്ങൾ എന്തിനാണ് സയ്യിഅത്തിന് വേണ്ടി ധൃതി കൂട്ടുന്നത്? അതിന് ഇത്രയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധൃതി കാണിക്കൽ ആവശ്യമുണ്ടോ? ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന. ഹസനത്ത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ലഭ്യമായിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ അതിനൊരു അവസരം പോലും കൊടുക്കുകയോ കാത്തു നിൽക്കുകയോ ചെയ്യാതെ സയ്യിഅത്ത് പോന്നോട്ടെ എന്ന നിലക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബന്ധപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ഈ ആയത്ത് ഈ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷെ മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവും. വേറെ ചിലയിടങ്ങളില് നമുക്ക് അതിന്റെ വേറെ ചില സൂചനകൾ കൂടി സാലിഹ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പരാമർശിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിച്ചാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ അഅറാഫില് ഇങ്ങനെ ഒരു ആയത്ത് കാണാം, യാ സാലിഹു ഇഅ്തിനാ ബിമാ തഈദുന ഇൻ കുൻത മിനൽ മുർസലീൻ. സാലിഹേ, നീ ദൂതന്മാരിൽ പെട്ടവനാണെങ്കിൽ നീ ഞങ്ങളോട് താക്കീത് ചെയ്തിട്ടുള്ള ശിക്ഷയുണ്ടല്ലോ, അതങ്ങ് വന്നോട്ടെ, അതങ്ങ് കൊണ്ടുവാ. ഇതാണ് അവര് പറയുണ്ടായത്. അപ്പോ ദൈവിക സന്ദേശം ഈ ജനതയുടെ മുന്നിൽ അവതരിപ്പിച്ചതിനെ തുടർന്ന് അവരതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ എതിർപ്പോടുകൂടി അതിനെ നേരിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ സാലിഹ് അലൈഹി ഇസ്ലാം ദൈവിക ദൂതൻ എന്നുള്ള നിലക്ക് തന്നെ അവരെ താക്കീത് ചെയ്യുകയുണ്ടായി. അള്ളാഹുവിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു, നിങ്ങൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രതികരണമാണ് തരുന്നതെങ്കിൽ, നിങ്ങൾ ഇത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാവും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിധത്തില് സാലിഹ് അലൈഹി ഇസ്ലാം അവരെ താക്കീത് ചെയ്യുകയാണ്. അപ്പൊ അവര് ആദ്യം അവരെ കേൾപ്പിച്ചിട്ടുള്ള ദൈവിക സന്ദേശത്തിന്റെ കാര്യത്തിലോ ഈ ശിക്ഷ വരാൻ സാധ്യതയുണ്ട് എന്ന വിധത്തിലുള്ള താക്കീതിന്റെ കാര്യത്തിലോ ഒന്നും തന്നെ അവര് പ്രത്യേകിച്ച് അതൊന്നും ഗൗനിക്കുന്ന ഒരു പ്രതികരണമല്ല നൽകുകയുണ്ടായത്. അവർക്ക് അതൊക്കെ വളരെ നിസ്സാരമായ ചില കാര്യങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടത്. എന്നിട്ട് അവര് അതിന്റെ അന്തസ്സത്വം ഉൾക്കൊള്ളാതെ കണ്ട് പറയുന്നത്, നീ താക്കീത് ചെയ്ത സംഗതി അങ്ങ് പോന്നോട്ടെ, അതങ്ങ് വരട്ടെ എന്നുള്ള നിലക്കാണ് അവർ സംസാരിക്കുകയുണ്ടായത്. ആ ഒരു സംസാരത്തിനോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് ഇവിടെ ഈ ആയത്തിന്റെ ആശയം വരുന്നത്.
യാ ഖൗമി ലിമ തസ്തഅ്ജിലൂന ബിസ്സയ്യിഅ, നിങ്ങൾ എന്തിനാണ് ഒരു ദുരന്തം, ഒരു ദ്രോഹം അല്ലെങ്കിൽ ഒരു അപകടം നിങ്ങൾക്കായിട്ട് വരുന്നതിന് വേണ്ടി ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? ഖബ്ലൽ ഹസന, ഒരു ഹസനത്ത് നിങ്ങൾക്ക് ലഭിച്ച് മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ധൃതി കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവിക ശിക്ഷയോ നടപടിയോ ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോ അതങ്ങ് പോന്നോട്ടെ, അതുണ്ടായിക്കോട്ടെ എന്ന വിധത്തിൽ യാതൊരു ആലോചനയും ഇല്ലാതെ സംസാരിച്ച ആളുകളോടാണ് നിങ്ങൾ എന്തിനാണ് ദൈവിക ശിക്ഷ ഇത്ര ധൃതിയിൽ ഇങ്ങ് വന്നോട്ടെ എന്നുള്ള നിലക്ക് പറയുന്നത്? നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്കായി പ്രത്യേകം നൽകപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ട് പോലുമില്ല. അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ഈ ധൃതി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, കൂട്ടരെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കൂടെ? അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടിക്കൂടെ നിങ്ങൾക്ക്? എന്നിട്ട് അള്ളാഹുവിന്റെ ഹസനത്ത് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി അതിനുള്ള അർഹത നേടിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് സയ്യിഅത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങനെ ബന്ധപ്പെടുന്നത് എന്നാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. ദൈവിക മാർഗദർശനം അവർക്ക് വന്നു ചേർന്നു എന്നത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഹസനത്താണ്. ആ ഹസനത്തിന്റെ അവർക്ക് അത് എത്തിക്കൊണ്ടിരുന്നതിന്റെ ഒരു പൂർത്തീകരണം സംഭവിച്ചിട്ടില്ല, അതിന്റെ ആ പ്രക്രിയയിലാണല്ലോ. അപ്പൊ അത് മുഴുവനാകാൻ പോലും കാത്തു നിൽക്കാതെ നിങ്ങൾ സയ്യിഅത്ത് വന്നോട്ടെ, ദൈവിക ശിക്ഷയോ നടപടിയോ ദുരന്തമോ വന്നോട്ടെ എന്ന നിലക്ക് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്? കൂട്ടരെ, നിങ്ങൾക്ക് ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടി മടങ്ങിക്കൂടെ? ഇതാണ് സ്വാലിഹ് അലൈഹി സ്വലാം വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അവരോട് ചോദിക്കുന്ന കാര്യം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ മഗ്ഫിറത്ത് തേടുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പടച്ചവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടൂലേ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ അത് കാരണമാക്കുമായിരുന്നില്ലേ എന്നാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹസനത്ത് നിങ്ങൾക്ക് കിട്ടി കൊണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പൂർത്തിയാകാൻ പോലും കാത്തു നിൽക്കാതെ നിങ്ങൾ സയ്യിഅത്തിന് വേണ്ടി ബന്ധപ്പെടുകയാണ്. കൂട്ടരെ, അതല്ല ശരിയായ നിലപാട്. നിങ്ങൾ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടും, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ നസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞാല് അവന്റെ റഹ്മത്ത് നിങ്ങളുടെ മേലെ അവൻ ചൊരിയും. നിങ്ങൾക്ക് ധാരാളമായിട്ട് അവന്റെ കാരുണ്യവും അനുഗ്രഹവും ലഭിക്കാൻ അത് കാരണമാകും. ഇതാണ് സ്വാലിഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞത്. എന്നാൽ ആ കൂട്ടര് സമൂത് സമൂഹത്തിലെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ നേരിട്ട് കൊണ്ടിരുന്ന ആളുകൾ അതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുകയുണ്ടായില്ല. ഈ സംസാരത്തിനും ഈ പ്രേരിപ്പിക്കലിനും ഒന്നും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതെ അവര് പറയുന്നത് ഇങ്ങനെയാണ്. ഖാലു, അവരിങ്ങനെയാണ് പ്രതികരിച്ചത്. അവരുടെ മറുപടി ഇതായിരുന്നു: തയ്യർന ബിക വബിമൻ മഅക, ഞങ്ങളെ നിന്നെ വലിയ ശല്യമായിട്ടാണ്, ശകുനപ്പിഴയായിട്ടാണ് കാണുന്നത്. നിന്നെ മാത്രമല്ല, നിന്റെ കൂടെ കൂടിയിട്ടുള്ള ഈ ആളുകൾ ഉണ്ടല്ലോ, അവരെ അവലക്ഷണമായിട്ട്, ശകുനപ്പിഴയായിട്ട്, ഞങ്ങൾക്കൊരു ദൗർഭാഗ്യം മാത്രം കൊണ്ടുവരുന്ന ഒരു കൂട്ടരായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. ഇതാണ് പറയുന്നത്. ഇതിന്റെ റൂട്ട് വേർഡ് ത്വാഇറത്ത് എന്നുള്ള പ്രയോഗമാണ്, പക്ഷി എന്നുള്ള. അത് നമ്മൾ സൂറത്ത് യാസീനില് അതുപോലെയുള്ള പലയിടത്തും വിശുദ്ധ ഖുർആനിലെ പ്രയോഗം പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തയ്യർന ബിക വബിമൻ മഅക എന്നാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ നിന്നെയും നിന്റെ കൂട്ടാളികളെയും ദുർലക്ഷണമായിട്ട്, അവലക്ഷണമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗധേയത്തെ വളരെ ദൗർഭാഗ്യകരമാക്കി മാറ്റുന്ന ഒരു സാന്നിധ്യമാണ് നിങ്ങൾ ഇരുവരുടേത്. സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ കൊണ്ടാണ് സകല അടങ്ങാറും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സ്വാലിഹിന്റെ കൂടെ ഉള്ള ആളുകളാണ് ഞങ്ങളുടെ എല്ലാ ദൗർഭാഗ്യത്തിനും ഞങ്ങളുടെ എല്ലാ ദുരന്തത്തിനും കാരണമായത്. ഇതാണ് ഞങ്ങൾ കാണുന്നത്. നിങ്ങളെ അവലക്ഷണമായിട്ട്, ലക്ഷണക്കേടായിട്ടാണ് ഞങ്ങൾ
കാണുന്നത് എന്നാണ് അവര് വെട്ടിത്തുറന്ന് പറയുന്നത്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യന് പോലും ഇത് അങ്ങേയറ്റം ഹൃദയഭേദകമായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. ഏത് സമൂഹത്തിൽ നിന്ന് അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി രംഗത്ത് വരുന്ന ഒരാള് ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോ തീർച്ചയായിട്ടും അത് ഹൃദയഭേദകമായ ഒരു സംഗതിയാണ്. ഒരു പ്രവാചകന്റെ കാര്യത്തിൽ അത് പറയേണ്ടതുമില്ല. കാരണം ഒരിക്കലും തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനോളം ആത്മാർത്ഥത കാണിച്ചിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെയും കാണാൻ സാധ്യമല്ല. അപ്പൊ അത്രയും വലിയ ആത്മാർത്ഥതയോടുകൂടി ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ ഇങ്ങനെയുള്ള സംസാരമാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. തൊയ്യർനാബിക്ക വബിമമാക്ക, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങള് അവലക്ഷണമായിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അത് പഴയ സമൂഹങ്ങളിൽ ഈ പക്ഷികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ പ്രവചിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. നമ്മളെ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്ന ഈ പക്ഷി ചീട്ടെടുത്തിട്ട് ഭാഗ്യ ദൗർഭാഗ്യങ്ങളൊക്കെ പറയുന്ന ഒരു രീതി, അത് വളരെ പൗരാണികമായ സമൂഹങ്ങളിൽ, ഈജിപ്ഷ്യൻ സംസ്കാരത്തില്, അതുപോലെ പഴയ ഗ്രീക്ക് സംസ്കാരത്തിലൊക്കെ അതിന്റെ ചില ലക്ഷണങ്ങൾ നമുക്കിന്നും ചരിത്ര സ്രോതസ്സുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു സംഗതിയിൽ നിന്നാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് തോയിറത്ത് എന്ന വിധത്തില് പക്ഷി എന്ന റൂട്ട് മീനിങ് ഉള്ള ഈ വാക്കിന്റെ മറ്റു പല രൂപങ്ങളും ഈ അവലക്ഷണം, ദുർലക്ഷണം, ഭാഗ്യദോഷം എന്നൊക്കെയുള്ള സംഗതി സൂചിപ്പിക്കാൻ വേണ്ടി, ലക്ഷണക്കേട് എന്നൊക്കെയുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പ്രയോഗം ഉണ്ടായി വന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അത് കാണാനും സാധിക്കും. അപ്പോ ആ നാട്ടുകാര് സമൂദ് സമൂഹത്തിലെ രണ്ട് കക്ഷികളില് സ്വാലിഹ് അലൈഹി ഇസ്ലാമിനോട് എതിർപ്പ് കാണിച്ച കക്ഷികളിൽ പെട്ടവര് പറഞ്ഞത് ഇങ്ങനെയാണ്: തയ്യർനാബിക്ക വബിമമാക്ക, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങള് അവലക്ഷണമായിട്ടാണ്, ദുർലക്ഷണമായിട്ടാണ് കാണുന്നത്. ഞങ്ങളിവിടെ കാലുകുത്തിയത് മുതൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഇതുവരെ ഇവിടെ ഭിന്നത ഉണ്ടായി, കുടുംബങ്ങളിൽ ചിത്രത ഉണ്ടായി, അതുപോലെ ആളുകൾ സംഘർഷത്തിലായി, പരസ്പരം തർക്കത്തിലായി. ഇതൊക്കെ നിന്നെ കൊണ്ടുണ്ടായതാണ്. നീയും നിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും അവര് കാരണമായിട്ടാണ് ഈ ചിത്രതയും സങ്കീർണതയും ഒക്കെ, പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. തയ്യർനാബിക്ക വബിമമാക്ക, ഇതാണ് അവര് സാലിഹ് അലൈഹി ഇസ്ലാമിനോട് പറയുകയുണ്ടായത്. സാലിഹ് അലൈഹി ഇസ്ലാം അതിന് പ്രതികരണമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങള്, നിങ്ങളുടെ ഭാഗതയും അതിലെ ഗുണവും ദോഷവും ഇതൊന്നും തന്നെ ഞാനോ എന്റെ കൂടെയുള്ള ആളുകളോ ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ തന്നെ നിങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഉറവിടം അള്ളാഹുവിലാണ്. അള്ളാഹുവാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളുടെയും ദൗർഭാഗ്യങ്ങളുടെയും ഒക്കെ നിയന്താവ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും എന്റെ പേരിൽ വെച്ച് കെട്ടണ്ട. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തരുന്നതും നിങ്ങൾക്ക് ദൗർഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്, ഞാനല്ല. കാല ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ വിധി, നിങ്ങളുടെ ഭാഗതയം, നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള സംഗതിയാണ്. എന്നാൽ കേട്ടോളൂ, ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, എന്നാൽ നിങ്ങള് ഏറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേട്ടോ. അത് മറക്കണ്ട. നിങ്ങൾക്ക് ദൈവികമായ പരീക്ഷണം വന്നിരിക്കുകയാണ്. ഒരു ദൂതൻ നിങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെടുന്നു എന്നത് തീർച്ചയായിട്ടും ഒരു സമൂഹം പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്നു എന്നതിന്റെ സാഹചര്യം ഒരുങ്ങലാണ്. കാരണം ഒരു ദൂതൻ വരുന്നത്, ദൈവിക ദൂതൻ വരുന്നത് സത്യസന്ദേശവുമായിട്ടാണ്. അതിനോട് ആ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിധത്തില് തുടർന്ന് ആ സമൂഹം പരീക്ഷിക്കപ്പെടുന്നു. അവരുടെ പ്രതികരണം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് അവരുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. അപ്പോ യഥാർത്ഥത്തില് നിങ്ങൾ വലിയൊരു പരീക്ഷണം അഭിമുഖീകരിക്കുകയാണ്.
പഴയ പോലെ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ വിട്ടതല്ല. വെളിച്ചം നിങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന വിധത്തില് നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് വസ്തുത. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് ഇവിടെ പ്രാധാന്യമുള്ള ഒരു വിഷയം. താലുത്തയ്യർന ബിക വബിമൻ മാക്ക, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ അവലക്ഷണമായിട്ടാണ് കാണുന്നത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന ലക്ഷണം കെട്ട ഒരു സാന്നിധ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് സമൂത് സമൂഹത്തിലെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കൂട്ടര് പറയുകയുണ്ടായത്. അപ്പോ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ മറുപടി ഖാല ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളൊന്നും നിയന്ത്രിക്കണേ ഞാനല്ല കൂട്ടരെ, അതൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ ഭാഗധേയം എന്റെ കയ്യിലല്ല, റബ്ബിന്റെ കയ്യിലാണ്. എന്നാൽ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ബൽ, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. അൻതും ഖൗമുൻ തുഫ്തനൂൻ, നിങ്ങൾ വലിയ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആ തുടക്കഘട്ടം യഥാർത്ഥത്തില് വലിയ അന്ധകാരത്തില് ആ സമൂഹം കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് അദ്ദേഹം രംഗത്ത് വന്നതോടുകൂടി ആ സമൂഹം വലിയ ദൈവികമായ ഒരു പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. അള്ളാഹുവിന്റെ ദൂതനോട് ഇവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിധത്തിൽ അള്ളാഹു ഓരോരുത്തരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്നത് അദ്ദേഹം ദൈവിക ദൂതൻ എന്ന അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നതോടെയാണ് ഇവിടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, സഹോദരന്മാര് തമ്മിൽ സംഘർഷം ഉണ്ടായി തുടങ്ങിയത്, കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും അവലക്ഷണമായിട്ട് അനുഭവപ്പെടുന്നത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞുകൊണ്ടിരുന്ന മക്കക്കാരെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ സമാനമായ ഒരു സംഭവം അള്ളാഹു കേൾപ്പിക്കുകയാണ്. സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂത് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഘട്ടത്തിലുണ്ടായ ആ പ്രതികരണങ്ങളെ ഇവിടെ അനുസ്മരിച്ചുകൊണ്ട്. അപ്പൊ മക്കയിലെ ആളുകൾക്ക് തങ്ങളുടെ നിലപാടും സമൂത് സമൂഹത്തിലെ ശക്തന്മാരായ ആളുകൾ സ്വീകരിച്ച നിലപാടും തമ്മിലുള്ള ഒരു സമാനത, അത് തമ്മിലുള്ള ഒരു സാദൃശ്യം അവർക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും അതിൽ നിന്ന് ചില പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളാനും സാധിക്കും എന്ന നിലക്കാണ് ഈ കാര്യം അവരെ കേൾപ്പിക്കപ്പെടുന്നത്. അപ്പോ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ ഇരുട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപൂർവം ചിലരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ആ അന്ധകാരത്തെ പ്രണയിച്ചുകൊണ്ട് അത് വലിയൊരു സൗകര്യമായി കണ്ടുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോ കണ്ണു തുറപ്പിക്കുന്ന വിധത്തില് ജീവിതം എന്തെന്ന് നിങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ദർശനം, ഒരു ദൈവികമായ മാർഗദർശനം നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി പഴയതുപോലെ ആ ഇരുട്ടിൽ എങ്ങനെ കഴിയാമെന്ന് നിങ്ങൾ കരുതണ്ട. ആ ഇരുട്ട് വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശം എത്തിയ ഈ സന്ദർഭത്തില് നിങ്ങൾ ഓരോരുത്തരും തന്നെ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്. ഈ ദൈവിക യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ എത്തിയപ്പോ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം. അതിനോട് നിങ്ങൾ നടത്തുന്ന പ്രതികരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തുടർന്നുള്ള നിങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലായാലും നേരത്തെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലായാലും നാട്ടുകാര് ആക്ഷേപങ്ങളൊക്കെ ചൊരിയുന്നത് ഈ പ്രവാചകന്മാരോടാണ്. അവര് വന്നതുകൊണ്ടാണ് ഇവിടെ ഫിത്ന ഉണ്ടായത്, കുഴപ്പമുണ്ടായത്, സംഘർഷം ഉണ്ടായത്, കുടുംബത്തിൽ ചിത്രത ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കുകയുണ്ടായത്. എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇത്തരത്തിലുള്ളത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിലും സത്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും സമൂഹത്തിൽ ഇടപെടുന്നവരും ഒക്കെ സമാനമായ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന
ചരിത്രാവർത്തനം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൻ നംലിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കേണ്ടായിട്ടുള്ളത്. ഇവിടെ സമൂഹ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും ഏതാനും ആയത്തുകളിലൂടെ അത് നിർവഹിക്കപ്പെടുന്നുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.